ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ നടന്നതെന്ത്? സീൻ ബൈ സീൻ വിശദീകരിക്കും PC സൈഫുദ്ദീൻ. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. ദിവ്യ ആക്രമിച്ചെന്ന് മന്ത്രിയും CPM-ഉം പറയുന്നു. ഈ കണ്ണോണ്ട് ഇയാൾ കണ്ട്, ഈ കാതുകൊണ്ട് ഇയാൾ കേട്ടു. ആക്രമിച്ചില്ല എന്ന് KCU-വും കോൺഗ്രസും പറയുന്നു. എന്താണ് ഇന്നലെ കണ്ണൂരിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആദ്യത്തെ സീൻ ഒന്നാം പ്ലാറ്റ്ഫോം മന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കാറിൽ നിന്ന് മന്ത്രി പുറത്തിറങ്ങുന്നു. കാറിൽ നിന്ന് മന്ത്രി പുറത്തിറങ്ങുന്നതിന് മുമ്പേ തന്നെ അവരുടെ ഗൺമാൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ഗൺമാനെ പിന്നീട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്തും കാണേണ്ടതുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഗൺമാനും കൂടി മന്ത്രി കാറിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പ്ലാറ്റ്ഫോമിലേക്ക് സ്റ്റേഷനിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. മുന്നിൽ പോലീസുകാരുണ്ട്, ഒരു 10-15 പോലീസുകാർ ആ സമയം മന്ത്രിക്കൊപ്പമുണ്ട്. ഈ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സമയം ഓപ്പോസിറ്റ് സൈഡിലാണ് KSU പ്രവർത്തകരുള്ളത്. സ്റ്റേഷനിലേക്ക് കയറി സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിനിടെയാണ് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നത്. കൂടെ ഉണ്ടായിരുന്ന പോലീസ് തടയുന്നുണ്ട്. പോലീസിനോട് മന്ത്രി സംസാരിക്കുന്നുണ്ട്. KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുമ്പോൾ പോലീസ് തടയുമ്പോൾ ആ പോലീസുകാരോടും സംസാരിക്കുന്നുണ്ട്. ഒപ്പം KSU പ്രവർത്തകരോട് കയർക്കുകയും ചോദിക്കുകയും മുന്നോട്ടായുകയും ചെയ്യുന്നുണ്ട് മന്ത്രി. സീൻ 2 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സീൻ 3 ഒന്നാം പ്ലാറ്റ്ഫോം തന്നെയാണ്. മന്ത്രി പ്രതിഷേധക്കാരോട് തട്ടിക്കയറുന്നുണ്ട്. പോലീസ് മന്ത്രിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഈ നേരിട്ട്, അതായത് KSUക്കാരോട് നേരിട്ട് സംസാരിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട് മന്ത്രി. അതാണ് നമ്മൾ സീൻ 3 നമ്മൾ കാണുന്നത്. പോലീസ് മന്ത്രിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം ഈ പോലീസിനോട് തന്നെ കയർക്കുന്ന മന്ത്രിയും നമുക്ക് കാണാം. ഇതാണ് സീൻ 3. അപ്പോൾ ഇതിനിടയിൽ എപ്പോഴോ ആണ് ഈ മന്ത്രിയും CPM-ഉം ആരോപിക്കുന്നത് പോലെയുള്ള ആക്രമണം നടക്കേണ്ടത്. അങ്ങനെ നടന്നതായി പിന്നീടുള്ള ദൃശ്യം നമുക്ക് കാണുന്നില്ല. സീൻ എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. 4 ഒന്നാം പ്ലാറ്റ്ഫോമിലാണ് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കാൻ പോലീസ് അവരെ ശ്രമിക്കുന്നുണ്ട്. ഈ മന്ത്രിയും പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോകണം എന്ന് മാധ്യമപ്രവർത്തകരോട് അവർ ആവശ്യപ്പെടുന്നു. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. 4 മാധ്യമപ്രവർത്തകരോട് പോകാൻ മന്ത്രി പറയുമ്പോഴൊക്കെ മന്ത്രിക്ക് അങ്ങനെ ഒരു പരിക്ക് പറ്റിയതായി നമുക്ക് അവരുടെ മുഖഭാവങ്ങളിൽ നിന്നോ അവരുടെ മാനേഴ്സിൽ നിന്നോ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്നായിട്ടുണ്ട്. സമയം എന്തെങ്കിലും ഒരു പരിക്ക് അവർക്ക് പറ്റിയതായി അറിയുന്നുമില്ല. പക്ഷേ പരിക്കുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും സീൻ 5 വരുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ച് മന്ത്രി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത്? ഇതെല്ലാം തരികിടയാണെന്ന്. വളരെ കൂളായി മന്ത്രി പോകുന്നു. ആ സമയമൊന്നും മന്ത്രിക്ക് ഒരു പരിക്ക് പറ്റിയതായി ദൃശ്യങ്ങൾ എവിടെയും അവരുടെ മുഖഭാവങ്ങളിലൊന്നും കാണുന്നില്ല. 5 നമ്മൾ കാണുന്നത് മാധ്യമങ്ങളോട് സംസാരിച്ച് മന്ത്രി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വളരെ കൂളായി നോർമലായി പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ സീൻ 5 കാണുന്നത്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഇപ്പോൾ സീൻ 6 3ാം പ്ലാറ്റ്ഫോമിൽ അവരിയ്ക്കുകയാണ്. ട്രെയിൻ വരാൻ കാത്തിരിക്കുന്നതിനിടയിലാണ് അവർക്ക് വേദന അനുഭവപ്പെടുന്നത്. തലയുടെ ഈ സൈഡിലായി വേദനയുണ്ട്. അവശത അനുഭവപ്പെട്ടവർ മന്ത്രി ബെഞ്ചിലിരിക്കുന്നു. മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അതിനു മുമ്പ് സ്പീക്കർ AN ഷംസീർ അവരുടെ അടുത്തുണ്ടായിരുന്നു. സ്പീക്കർ AN ഷംസീറാണ് ആദ്യം CM-നെ വിളിക്കുന്നത്. ഈ കാർഡിന് എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്, കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. അതനുസരിച്ചാണ് CM അവരെ വിളിക്കുന്നത്. മന്ത്രി ബെഞ്ചിലിരിക്കുന്നു. മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ 3ാം പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും ഈസിയായിട്ട് പറ്റിക്കാനും പറ്റും. ഇത്രയുമാണ് ഇന്നലെ വേഗത്തിൽ അവിടെ സംഭവിച്ചത്. ഇതെല്ലാം മിനിറ്റുകൾക്കകം സംഭവിച്ചതാണ്. അപ്പം സീൻ 6ലേക്ക് എത്തുമ്പോഴേക്കും, എന്ന് വെച്ചാൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് സീനുകളിൽ അവർക്ക് വലിയ വേദന ഉള്ളതായി അനുഭവപ്പെടുന്നില്ല. പക്ഷേ 3ാം പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം അവർ ഇരുന്നതിന് ശേഷം അവർക്ക് വേദന അനുഭവപ്പെടുന്നു. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.